എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ ഭീഷ്മർ പറഞ്ഞു, നമുക്ക് യുദ്ധം വേണ്ട, അവരുടെ ഗോക്കളെ വിട്ടുകൊടുക്കൂ, നമുക്ക് തിരിച്ചു പോകാമെന്ന്. എന്നാൽ ഭീഷ്മരുടെ ആ വാക്കുകൾ ദുര്യോധനാദികളിൽ വെറുപ്പുളവാക്കിയതേ ഉള്ളൂ. അവരത് ഒട്ടും തന്നെ അദ്ദേഹത്തെ മാനിക്കുന്ന രീതിയിൽ സംസാരിച്ചില്ല. എന്നാൽ ദ്രോണാചാര്യരും അശ്വത്ഥാമാവും പറഞ്ഞു, നമുക്ക് ഈ യുദ്ധം ഒഴിവാക്കാമെന്ന്. എന്നിട്ടൊന്നും ദുര്യോധനൻ അതിന് വഴിപ്പെട്ടില്ല. അങ്ങനെ ഭീഷ്മ പിതാമഹന്റെ വാക്കുകൾ പോലും അവര് അംഗീകരിക്കാൻ തയ്യാറാകാതെ യുദ്ധം തന്നെ എന്ന് തീരുമാനമായി. അപ്പോഴേക്ക് അർജുനന്റെ രഥം കൗരവ സൈന്യത്തിന്റെ മുമ്പിലെത്തി. അദ്ദേഹം ആദ്യം തിരഞ്ഞത് ദുര്യോധനെയാണ്. അപ്പൊ ദുര്യോധനൻ പിറകിലാണെന്ന് മനസ്സിലായി ഉത്തരനോട് രഥം മുന്നോട്ട്, അതായത് കൗരവ സൈന്യത്തിന്റെ മധ്യത്തിലൂടെ പോകട്ടെ എന്ന് അർജുനൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഉത്തരൻ രഥം മുന്നേട്ട് നയിച്ചു. ശത്രു സൈന്യങ്ങളുടെ മധ്യത്തിലൂടെ ഉത്തരൻ ശരവേഗത്തിൽ രഥം പായിച്ചു. അങ്ങനെ ചെന്ന് ദുര്യോധനെ കണ്ടുമുട്ടുകയും വ്യാഘ്രം മാനിന്റെ മേൽ ചാടി വീഴുന്നത് പോലെ അർജുനൻ ദുര്യോധനോട് ഏറ്റുമുട്ടി. ആദ്യം ദുര്യോധനന്റെ സൂതനെ വധിച്ചു, അയാളുടെ രഥം തകർത്തു. അങ്ങനെ വീണ്ടും ദുര്യോധനുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് ദുര്യോധനൻ തിരിഞ്ഞ് പലായനം ചെയ്തു. ഇത് കണ്ട കർണൻ അർജുനനുമായി ഏറ്റുമുട്ടി. തമ്മിലുള്ള യുദ്ധം വളരെ ഭയാനകമായിരുന്നു. അമാനുഷിക ശക്തിയോട് കൂടിയുള്ള അർജുനന്റെ മുമ്പിൽ കർണന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെയും ആയുധങ്ങളും രഥവും ഒക്കെ നഷ്ടപ്പെട്ട് കർണനും അതിവേഗത്തിൽ അവിടുന്ന് ഓടുകയാണ് ചെയ്തത്. കർണൻ ഓടുന്നത് കണ്ടപ്പോൾ കൃപാചാര്യർ പെട്ടെന്ന് തന്നെ അർജുനനോട് ഏറ്റുമുട്ടാനായി വന്നു. തന്റെ ഗുരുവായ കൃപാചാര്യരെ കണ്ട് അർജുനൻ ആദ്യം 2 അസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ പാദത്തിന് തൊട്ടരികിൽ എയ്തു വീഴ്ത്തി. അപ്പോ ഗുരുവായ തന്നെ അർജുനൻ നമിക്കുന്നതായിട്ട് മനസ്സിലാക്കിയ കൃപാചാര്യർ അർജുനനെ മനസ്സുകൊണ്ട് ശ്ലാഘിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം കൗരവർക്ക് വേണ്ടി വളരെ വീറോടുകൂടി തന്നെ അർജുനനുമായി യുദ്ധം ചെയ്തു. ദേവാദിദേവന്മാരെല്ലാം ഈ യുദ്ധം കാണാൻ ആകാംക്ഷയോടെ ആകാശദേശത്ത് നിരന്നിരുന്നു. അപ്പോ വളരെ ശക്തമായ അവരുടെ യുദ്ധത്തിൽ അവസാനം കൃപാചാര്യർ തളരുകയാണ് ഉണ്ടായത്. അദ്ദേഹം ക്ഷീണിതനായി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. അപ്പോ കൃപാചാര്യർ പിൻവാങ്ങിയപ്പോൾ ദ്രോണാചാര്യർ അർജുനനുമായി എതിരിടാനെത്തി. അപ്പോ ദ്രോണാചാര്യരോട് അർജുനൻ പറഞ്ഞു, ഗുരു, അങ്ങ് ആദ്യം എനിക്ക് നേരെ അസ്ത്രങ്ങൾ എയ്യൂ, അതിനുശേഷമേ ഞാൻ തിരിച്ച് അങ്ങോട്ട് അസ്ത്രങ്ങൾ എയ്യുകയുള്ളൂ. അത് കേട്ട് ദ്രോണാചാര്യർ 20 അസ്ത്രങ്ങൾ അർജുനന്റെ നേർക്ക് എയ്തു. അതൊന്നും തന്റെ ശരീരത്തിൽ കൊള്ളാതെ പ്രത്യസ്ത്രങ്ങൾ കൊണ്ട് അദ്ദേഹം അതിനെ എല്ലാം മടക്കി അയച്ചു. അതിനുശേഷം വീണ്ടും അവർ തമ്മില് ഘോരമായ യുദ്ധം നടന്നു. വളരെ വിശിഷ്ടമായ പല അസ്ത്രങ്ങളും ദ്രോണാചാര്യർ അർജുനന് നേരെ പ്രയോഗിച്ചു. എന്നാൽ അതെല്ലാം എതിർ അസ്ത്രങ്ങൾ കൊണ്ട് അർജുനൻ മടക്കി അയക്കുകയാണ് ചെയ്തത്. അവസാനം നിവൃത്തിയില്ലാതെ ദ്രോണാചാര്യരും ക്ഷീണിതനായി പിൻവാങ്ങി. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ മകനായ അശ്വത്ഥാമാവ് അർജുനനെ എതിരിടാനായി മുമ്പിലേക്ക് വന്നു. അങ്ങനെ അർജുനനോട് അശ്വത്ഥാമാവും ഭയങ്കരമായ യുദ്ധം തന്നെ നടത്തി നോക്കി. യുദ്ധത്തിൽ അർജുനന്റെ നിരന്തരമായ അമ്പെയ്ത്തുകൾ കൊണ്ട് അശ്വത്ഥാമാവ് വെള്ളം കുടിച്ചുപോയി. അവസാനം അശ്വത്ഥാമാവും ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി. പ്രധാനികളെല്ലാം വിജയനോട് തോറ്റു പിൻവാങ്ങിയത് കണ്ടപ്പോൾ കൗരവ സൈന്യത്തിന്റെ വീര്യം നശിച്ചു. അവരുമൊക്കെ പല ഭാഗത്തായിട്ട് ചിന്നിച്ചിതറാൻ തുടങ്ങി. അപ്പൊ അർജുനൻ നോക്കിയപ്പോൾ ഭീഷ്മ പിതാമഹൻ ഒരു വൃക്ഷച്ചുവട്ടിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഉത്തരനോട് പറഞ്ഞു, രഥം അവിടേക്ക് തിരിച്ചുവിടാൻ പറഞ്ഞു. അങ്ങനെ ഉത്തരൻ രഥം ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. അർജുനൻ ഭീഷ്മരോട് എതിരിട്ടു. ആ സമയത്ത് അർജുനന്റെ വില്ലിൽ നിന്ന് അസ്ത്രങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഭീഷ്മ പിതാമഹന്
അർജുനനോട് എതിരിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹവും ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി. ഭീഷ്മരും പിൻവാങ്ങിയപ്പോൾ കൗരവർക്ക് മനസ്സിലായി അർജുനനോട് ജയിക്കാൻ ഒരു വഴിയുമില്ലെന്ന്. അപ്പം അവരും എല്ലാരും വളരെ വ്യസന സമേതം നിൽക്കുന്ന സമയത്ത് വീണ്ടും അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുവെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കൂടി യോജിച്ചു വന്ന് വീണ്ടും അർജുനനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആ സമയം അർജുനൻ സമ്മോഹനാസ്ത്രം കൊണ്ട് അവരെ എല്ലാരെയും കെട്ടി. അവരെല്ലാം മോഹാലസ്യപ്പെട്ട് യുദ്ധക്കളത്തിൽ വീണു. ഈ സന്ദർഭത്തിൽ അർജുനൻ ഉത്തരനോട് പറഞ്ഞു, നീ പോയി കൗരവരിൽ പ്രധാനികളായവരുടെ വിശിഷ്ട വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വരൂ. നിന്റെ സഹോദരി പറഞ്ഞയച്ചതല്ലേ ശത്രുക്കളിൽ നിന്ന് വിശിഷ്ടമായ വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് നീ പോയി അത് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തരൻ രഥത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് വീരന്മാരായിട്ടുള്ളവരുടെ വിശിഷ്ടമായ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് തേരിൽ വെച്ചു. മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന ദുര്യോധനാദികൾ ബഹളം വെച്ചുകൊണ്ട് പറഞ്ഞു, അർജുനനെ ആക്രമിക്കൂ എന്ന്. ഇത് കേട്ട് ഭീഷ്മർ പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഒരു ആയുധവും ഇല്ല, നമ്മളെല്ലാം ഇവിടെ മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുകയായിരുന്നു. നോക്കൂ, അപ്പോഴും അർജുനന്റെ ധർമ്മം, അവൻ അധർമ്മം ചെയ്യുകയില്ല. വേണമെങ്കിൽ നമ്മളെയൊക്കെ വധിക്കാമായിരുന്നു. ബീഭത്സു അധർമ്മം ചെയ്യാതെ നമ്മളെ മോഹാലസ്യപ്പെടുത്തി കീഴ്പ്പെടുത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും നിനക്ക് മതിയായില്ലേ, നമുക്ക് അവരുടെ ഗോക്കളെ വിട്ടുകൊടുത്തിട്ട് തിരിച്ചു പോകാം എന്ന് ഭീഷ്മൻ പറയുന്നു. വിജയൻ വിജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്കിനി തിരിച്ച് രാജധാനിയിലേക്ക് പോകാം എന്ന് ഭീഷ്മർ പറഞ്ഞപ്പോ ദുര്യോധനാദികൾ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും അതിനെ അംഗീകരിച്ചു. അങ്ങനെ അവര് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ഭീഷ്മരുടെയും ദ്രോണാചാര്യരുടെയും കൃപാചാര്യരുടെയും ഒക്കെ പാദങ്ങളിലേക്ക് അർജുനൻ ഈ 2 അമ്പുകൾ എയ്തു. അവരെ വന്നിച്ചതായിട്ട്, അവരുടെ പാദത്തിന് സമീപമാണ് ആ അമ്പുകൾ ചെന്ന് നിന്നത്. അപ്പൊ അവരെ വന്നിച്ചതായിട്ട് അവർക്ക് മനസ്സിലായി. എന്നാൽ അർജുനൻ ഒരമ്പെയ്ത് ദുര്യോധനന്റെ കിരീടം തെറിപ്പിച്ചു. അത് ഇനിയും വരും കാലങ്ങളിൽ നിന്നെ ജയിച്ച് രാജ്യം കീഴടക്കും എന്നുള്ള ഒരു അടയാളമായിട്ട് ആണ് അത് അർജുനൻ ചെയ്തത്. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ അമർഷം കടിച്ചമർത്തിക്കൊണ്ട് ദുര്യോധനന് സ്ഥലം വിട്ടു. അതിനുശേഷം അർജുനനും ഉത്തരനും കൂടി ചിതറിയ ഗോക്കളെയെല്ലാം ഒന്നിച്ചു ചേർത്ത് വിരാട നഗരിയിലേക്ക് പുറപ്പെട്ടു. ശമീവൃക്ഷം നിന്ന ചുടുകാട്ടിൽ എത്തിയപ്പോൾ കുറച്ചു നേരം അവിടെ രഥം നിർത്തി. അവിടെ നിന്നും എടുത്ത ആയുധങ്ങൾ അവിടെ തന്നെ തിരിച്ച് സുരക്ഷിതമായി വച്ചു. അർജുനന്റെ ദേഹത്ത് കുറച്ച് മുറിവുകൾ പറ്റിയിരുന്നു. എന്നാൽ ഈശ്വരാനുഗ്രഹത്താൽ അതൊന്നും അർജുനന് മാരകമായി തോന്നിയില്ല. അർജുനന്റെ ധ്യാനശക്തി കൊണ്ട് ആവിർഭവിച്ച ആ വാനരധ്വജം തിരിച്ച് തേരിൽ നിന്ന് അപ്രത്യക്ഷമായി. കാരണം യുദ്ധം കഴിഞ്ഞല്ലോ. യുദ്ധം കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് വീണ്ടും അപ്രത്യക്ഷമായി. ഉത്തരൻ ഒരു സ്വപ്നലോകത്തിൽ എന്നതുപോലെ നിന്നു. സ്വപ്നലോകത്തായിരുന്നു എന്ന പ്രതീതിയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഈ യുദ്ധം അനായാസമായി ബൃഹത്തായ ഒരു സൈന്യത്തെ, ഒരു കേൾവികേട്ട വില്ലാളി വീരന്മാരെയും എല്ലാം നിമിഷ നേരം കൊണ്ട് എതിർത്ത് തോൽപ്പിച്ച അർജുനന്റെ തേര് താനാണ് തെളിയിച്ചത് എന്ന് ഉത്തരന് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. കാരണം ഉത്തരനെ കൊണ്ട് ഒരു യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ അന്തപുരത്തിൽ ഇരുന്ന് ഇങ്ങനെ വിടുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇവിടെ ഭയങ്കരമായ ഒരു യുദ്ധമാണ് നടന്നത്. ആ യുദ്ധത്തിൽ വിജയിച്ച അർജുനന്റെ തേര് താനാണ് തെളിച്ചുകൊണ്ട് പോയത് എന്നത് സ്വപ്നം കണ്ട ഒരു പ്രതീതിയാണ് ഉത്തരന് ഉണ്ടായത്. ഉത്തരനോട് അർജുനൻ പറഞ്ഞു, ഉത്തര, പാണ്ഡവന്മാർ വിരാടപുരിയിൽ താമസിക്കുന്ന രഹസ്യം അവിടെ എത്തിയാലുടൻ ആരോടും പറയണ്ട. നിന്റെ അച്ഛൻ ഈ വിവരം പെട്ടെന്നറിഞ്ഞാൽ അമ്പരക്കും. സാവധാനം നമുക്കതെല്ലാവരെയും അറിയിക്കാം. അതുവരെ നീ കൗരവരെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുത്തെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഉത്തരം പറഞ്ഞു, അയ്യോ, ഞാൻ എങ്ങനെ അത് പറയും? എന്നെ കൊണ്ടാവില്ല. അസാധ്യമായ കാര്യമാണ് അങ്ങ് ചെയ്തത്. അതിന്റെ മേന്മ എനിക്ക് കിട്ടുന്നത് തരത്തിൽ ഞാൻ ഒന്നും പറയില്ല. എങ്കിലും അങ്ങയുടെ നിർദ്ദേശപ്രകാരം അങ്ങയെയും സഹോദരന്മാരെയും ഞാൻ ഉടനെ വെളിപ്പെടുത്തുകയില്ല.
അർജുനൻ വീണ്ടും ബൃഹന്നളയായി വളകളെല്ലാം എടുത്ത് കയ്യിലിട്ടു, മുടി നീട്ടി പിന്നിയിട്ടു, സ്ത്രീവേഷം ധരിച്ച് കുതിരകളുടെ കടിഞ്ഞാൻ കയ്യിലെടുത്തു. ഉത്തരനെ രഥത്തിന്റെ പിറകിലിരുത്തി കുറച്ചു ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഗോക്കളെ തേടി വരുന്ന ഗോപാലന്മാരെ കണ്ടു. തൊഴുത്തിലേക്ക് മടങ്ങുന്ന പശുക്കളെ തെളിച്ചു കൊണ്ടുപോവാൻ അവരെ ചുമതലപ്പെടുത്തി. എന്നിട്ട് അവരോട് അർജുനൻ പറഞ്ഞു, ഉത്തരൻ കൗരവരെ തോൽപ്പിച്ച് പശുക്കളെ എല്ലാം വീണ്ടെടുത്തു തന്നു. നിങ്ങൾ രാജധാനിയിൽ എത്തിയാൽ ഉടൻ ഈ വിവരം രാജാവിനെ അറിയിക്കണം. ഞങ്ങൾ അല്പം വിശ്രമിക്കട്ടെ. ത്രികർത്ത രാജാവിനെ തോൽപ്പിച്ച വിരാട രാജാവ് രാജധാനിയിലെത്തി. പൗരസഞ്ചയം അദ്ദേഹത്തെ ആഹ്ലാദത്തോടെ എതിരേറ്റു. അപ്പോഴാണ് കൗരവർ ഗോക്കളെ അപഹരിച്ചു കൊണ്ടുപോയത് അറിഞ്ഞത്. അവയെ വീണ്ടെടുക്കാൻ രാജകുമാരൻ പോയി എന്നുള്ള വിവരവും അദ്ദേഹം അപ്പോഴാണ് അറിയുന്നത്. വിവരമറിഞ്ഞ രാജാവ് പരിഭ്രമിച്ചു. മഹാരഥന്മാരടങ്ങിയ കൗരവ സൈന്യയുടെ ഏറ്റുമുട്ടാൻ തന്റെ മകൻ ഒറ്റയ്ക്ക് പോയിരുന്നു. അത്രയ്ക്കുള്ള ധൈര്യം അവൻ പ്രകടിപ്പിച്ചതിൽ അഭിമാനം കൊണ്ടെങ്കിലും അവൻ എന്തു സംഭവിച്ചിരിക്കാമെന്നോർത്ത് അദ്ദേഹം ആകുലതപ്പെട്ടു. കന്നളയാണ് ഉത്തരന്റെ സാരഥി എന്ന് കൂടി അറിഞ്ഞപ്പോൾ അദ്ദേഹം അറിയാതെ വിലപിക്കുകയും ചെയ്തു. കാരണം ഒരു സ്ത്രീയായിട്ട്, നപുംസകമായ ബൃഹന്നള ഒരു സ്ത്രീയായിട്ടാണ് കൊട്ടാരത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അവളാണോ കൂടെ പോയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അറിയാതെ കരഞ്ഞുപോയി എന്നാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അദ്ദേഹം ഭയപ്പെട്ടു. അപ്പൊ ബൃഹന്നളയാണ് ഭവാന്റെ പുത്രന്റെ സാരഥിയായി പോയിട്ടുണ്ടെങ്കിൽ ഭവാൻ ഒട്ടുകൊണ്ടും ഭയപ്പെടേണ്ട. ഉറപ്പായി അവർ കൗരവ സൈന്യത്തെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുത്തു കൊണ്ടുവരും. അധികം താമസിക്കാതെ ഉത്തരൻ അയച്ച ദൂതൻ സന്തോഷ വാർത്ത അറിയിക്കാൻ രാജസന്നിധിയിലെത്തി. അപ്പം വിരാട രാജാവ് വിലപിക്കുന്നത് കണ്ടപ്പോഴാണ് മാലിനി എന്ന് പറയുന്ന സൈരന്ധ്രി പറഞ്ഞത്, ബൃഹന്നളയാണ് അങ്ങയുടെ മകന്റെ സാരഥിയായി പോയിട്ടുള്ളതെങ്കിൽ ഒരിക്കലും അങ്ങ് ഭയപ്പെടേണ്ട, അങ്ങയുടെ മകൻ ഒന്നും സംഭവിക്കില്ല. കൗരവരെ തോൽപ്പിച്ച ഗോക്കളെയും കൊണ്ട് ഉത്തരനും ബൃഹന്നളയും വരും എന്ന് തന്നെ അദ്ദേഹത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ആ സമയത്താണ് രാജാവ് കുമാരൻ വിജയശ്രീലാളിതനായി വന്നിരിക്കുന്നു എന്നുള്ള വിവരം ദൂതന്മാർ വന്ന രാജാവിനോട് പറയുന്നത്. ആഹ്ലാദം ഒട്ടും മറച്ചു വച്ചില്ല. എടോ കുങ്ക, ഇന്നൊരു സുദിനമാണ്. എന്റെ മകൻ പ്രഗത്ഭരായ കൗരവരെ തോൽപ്പിച്ചിരിക്കുന്നു. ഇത്രത്തോളം പ്രഗത്ഭനായ ഒരു പുത്രൻ എനിക്കുണ്ടല്ലോ. കളിക്കുന്നതിനിടയിലും മകനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. അതായത് കുങ്കനുമായിട്ട് ചൂത് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മകനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ഇത് കേട്ട് കുങ്കൻ നല്ലതുപോലെ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ബൃഹന്നള തേരാളിയായവന് ഏത് യുദ്ധമാണ് ജയിക്കാൻ കഴിയാത്തത്? ബൃഹന്നള തേരാളിയായിട്ടുള്ള പോയിട്ടുള്ള ആർക്കാണ് ഒരു യുദ്ധം ജയിക്കാൻ കഴിയാത്തതെന്ന്. അപ്പോ രാജാവ് യുധിഷ്ഠിരനോട് ദേഷ്യപ്പെട്ടു. നീ ആ ഷണ്ടനെ, എന്റെ മകനെ അവഗണിച്ച് പോഴ്ത്തുകയാണോ? എന്റെ പുത്രന്റെ കഴിവിനെ അവഗണിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി വല്ലതും പറഞ്ഞാൽ ജീവിക്കാൻ മോഹം ഉണ്ടെങ്കിൽ ഇപ്രകാരം മിണ്ടരുത് എന്ന് വരെ രാജാവ് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ഭീഷ്മർ, ദ്രോണർ, കൃപർ, കർണൻ, ദുര്യോധനൻ തുടങ്ങിയ മഹാരഥന്മാരെ എന്നല്ല, സാക്ഷാൽ ദേവേന്ദ്രനെ പോലെ എതിർക്കാൻ കഴിയുന്ന ബൃഹന്നള ഉള്ളപ്പോൾ അങ്ങയുടെ മകന് യുദ്ധം ജയിക്കാൻ ഒരു പ്രയാസവും ഇല്ല. വിരാട രാജാവിന് കുങ്കന്റെ വാക്കുകൾ ഒട്ടും രസിച്ചില്ല. അടക്കാനാവാത്ത കോപം കൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന ചൂതെടുത്ത് കുങ്കന്റെ മുഖത്തെറിഞ്ഞു. ഏറുകൊണ്ട് കുങ്കന്റെ മൂക്കിൽ നിന്ന് ധാരധാരയായി രക്തം വാർന്നു. രക്തം താഴെ വീഴാതെ യുധിഷ്ഠിരൻ കൈകളിലാക്കി. ദ്രൗപദി പെട്ടെന്ന് പോയി വെള്ളം കൊണ്ടുവന്നു. കുങ്കൻ രക്തം ആ വെള്ളത്തിൽ വീഴ്ത്തി. ഈ സമയം ഒരു സേവകൻ വന്ന് ഉത്തരനും ബൃഹന്നളയും മുഖം കാണിക്കാൻ വന്നു എന്ന് രാജാവിനോട് പറയുന്നു. അവരെ ഉടനെ ആനയിക്കാൻ രാജാവ് കൽപ്പന നൽകി. എന്നാൽ യുധിഷ്ഠിരൻ രഹസ്യമായി ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഉത്തരനെ മാത്രം ഇങ്ങോട്ട് വിട്ടാ മതി, ബൃഹന്നളയെ വിടണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യുധിഷ്ഠിരന്റെ മൂക്കിൽ നിന്ന് വരുന്ന രക്തം കണ്ടാൽ അർജുനൻ അപ്പൊ തന്നെ വിരാട രാജാവിനെ വധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഉത്തരൻ മാത്രം ആദ്യം വരാൻ പറയൂ എന്ന് പറഞ്ഞയച്ചു. മഹാഭാരതത്തിന്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.